ഇവിടെ കേബിൾ നെറ്റ്വർക്ക് ആക്ട് പ്രകാരം കൃത്യമായി ഡി ന്യൂസ് ഏത് തരത്തിൽ പ്രവർത്തിക്കണം, ഏതൊക്കെ സിനിമ കാണിക്കണം, ഏത് തരത്തിലാണ് പ്രക്ഷേപണം എന്നതിനെക്കുറിച്ച് കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്, ഇടപെടാൻ കഴിവുമുണ്ട്, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അനുവാദമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ അനുവാദം കൊടുക്കുക, അതോടൊപ്പം തന്നെ ആ സിനിമയ്ക്ക് വലിയ തരത്തിൽ പ്രചരണം കൊടുക്കുക, ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സിനിമ പ്രക്ഷേപണം ചെയ്യുന്നു എന്ന രൂപത്തിൽ നല്ല പ്രചരണം കൊടുത്ത് ആ സിനിമ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിക്കുന്നത് ഈ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ ഇരുത്തി കാണിക്കാനും അതുപോലെ തന്നെ വലിയ തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാകും. കാരണം പേര് കേരള സ്റ്റോറി എന്നാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്റ്റോറികളാണ് നടക്കുന്നത് എന്ന രൂപത്തിലുള്ള ഒരു വ്യാജ പ്രചരണത്തിനുള്ള വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ഇപ്പോൾ കാണിക്കുന്നത്. 200 കോടി രൂപ മുടക്കി 300 കോടി രൂപ ലാഭമുണ്ടാക്കി എന്നൊക്കെയാണ് BJPയുടെ പ്രതിനിധി പറയുന്നത്. ഇത്ര തെറ്റായിട്ടുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കോടികൾ ലാഭമുണ്ടാക്കിയാൽ അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പോലും വർഗീയപരമായിട്ടുള്ള ധ്രുവീകരണത്തിന് വേണ്ടി സംഘപരിവാർ രാഷ്ട്രീയം ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി ദൂരദർശൻ ഒരു സംഘദർശനായി മാറുന്ന ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുൻപുള്ള തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം ഇത്തരത്തിൽ സംഘപരിവാർ രാഷ്ട്രീയം പ്രചരണം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ വന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് കേരളം സോമാലിയയാണ്, സോമാലിയോട് കേരളത്തെ ഉപമിച്ചിട്ട് തിരിച്ചുപോയി. കേരളം ഒറ്റക്കെട്ടായി അതിനെ നേരിട്ടു. കാരണം ഈ ലോകത്ത് അറിയപ്പെടുന്ന ആകെ 12 പ്രദേശങ്ങളെടുത്താൽ അതിൽ ഒന്നായി മാറിയ കേരളം, അതുപോലെ ആയുർദൈർഘ്യത്തെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും ഒന്നാമതെത്തിയ കേരളത്തെ സോമാലിയോട് ഉപമിച്ചപ്പോൾ നമ്മളെല്ലാം കരുത്തോടെ ഒറ്റക്കെട്ടായി അതിനെ നേരിട്ടു. കർണാടക തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ശ്രീ അമിത്ഷാ പറഞ്ഞത് തൊട്ടടുത്ത് കേരളമാണ്, സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. അമിത്ഷായുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും സ്ഥിതി ആ കർണാടക സംസ്ഥാനത്തിൽ അവസാനിച്ചു, ഭരണത്തിൽ നിന്ന് പോയി. UP തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് കേരളത്തെ വലിയ രൂപത്തിൽ കേരളത്തോട് അവിടുത്തെ മുഖ്യമന്ത്രി ഉപമിക്കുന്ന ഒരു സാഹചര്യമെല്ലാം നാം കണ്ടു. ഇപ്പൊ അടുത്ത കാലത്തും പ്രധാനമന്ത്രി ഓരോ വരവിനും പലതരത്തിലുള്ള കള്ളപ്രചരണം ഈ കേരളത്തെക്കുറിച്ച് നടത്തുകയാണ്. ഇതിന്റെ എല്ലാം കഴിഞ്ഞിട്ടും ഒന്നും സാധിക്കുന്നില്ല. 2 അക്കം കേരളത്തിൽ കിട്ടും എന്നെല്ലാം പറഞ്ഞ വലിയ വീരവാദം തീരുമാനിച്ചു. അതിന് ഏറ്റവും കൂടുതൽ പ്രചാരണം കൊടുത്തത് DYFI ആണ് എന്നൊരു പരിഹാസം കൂടി ഇന്ന് സമൂഹ മാധ്യമങ്ങളൊക്കെ കണ്ടു. അല്ലെങ്കിൽ അത് പ്രദർശനം നടത്തി ദൂരദർശൻ കാണുന്നവർ എത്ര പേരാണ് നമ്മുടെ കേരളത്തിൽ എന്നുള്ളതൊക്കെ ഒരു പരിഹാസ രൂപേണ ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടു. ഈ പ്രതിഷേധവും പ്രതിരോധവും മുദ്രാവാക്യം വിളിയും അതിന് കൂടുതൽ സ്വീകാര്യത അല്ലെങ്കിൽ അതിന് കൂടുതൽ ആളുകളെ, കാണികളെ നേടി നൽകിയോ? അല്ല, അതില് കേരളത്തിൽ എത്ര പേർ ദൂരദർശൻ കാണുന്നു എന്നതല്ല പ്രശ്നം. ഈ കേരളത്തിന്റെ സാഹചര്യം കാണിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. ഇപ്പോ ദൂരദർശൻ കാണുന്ന നിരവധി കോടിക്കണക്കിന് പ്രേക്ഷകർ ഈ രാജ്യത്തുണ്ട്. ആ രാജ്യത്തെ എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് കേരളത്തിൽ ഇങ്ങനെയാണ്. കാരണം BJPക്ക് വളരാൻ കഴിയാത്ത, സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഒരു തരത്തിലും വിത്ത് വിതയ്ക്കാൻ കഴിയാത്ത, വർഷങ്ങളായി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാഖകളുള്ള ഒരു സംസ്ഥാനമായ കേരളത്തിൽ ഒരു മൂവ്മെന്റും ഉണ്ടാക്കാൻ കഴിയാത്തതിന് കാരണം ഇന്നതാണ് എന്ന ഒരു സന്ദേശം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ഇപ്പൊ നമ്മൾ പൗരത്വ ഭേദഗതി നിയമം കുറെ ചർച്ച ചെയ്തല്ലേ. 4.5 വർഷം കൊണ്ടുവന്ന നിയമം, 4.5 വർഷം മുമ്പ് കൊണ്ടുവന്ന നിയമം, തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ ഒരാഴ്ച മുമ്പ് ചട്ടം കൊണ്ടുവന്ന് നടത്തിയ പ്രചരണം നിരവധി നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ അടുത്ത കാലത്ത് വിദ്വേഷം ഉണ്ടാക്കുന്ന നിരവധി പ്രചരണം നടക്കുമ്പോൾ ഇതാണ് കേരളത്തിന്റെ സ്റ്റോറി എന്ന് കാണിക്കുകയാണ്. ഇപ്പൊ അങ്ങ് ചോദിച്ചു DYFI ഇതിന് പ്രചരണം നടത്തി. ഇപ്പൊ യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി ഇന്നതാണ് എന്ന് ജനങ്ങൾ ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കേരള സ്റ്റോറി കേരളത്തിലെ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുണ്ടാക്കിയ സിനിമയല്ല എന്നും അത് രാജ്യത്തിന് മുന്നിൽ കേരളത്തെ പറ്റി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ ഇതാണ് നടക്കുന്നത് എന്ന് വിളിച്ചു പറയാനുമുള്ള ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ 8 മണിക്ക് കേരള സ്റ്റോറി ദൂരദർശനിൽ കാണിക്കുമ്പോൾ DYFIക്ക് ഇന്ത്യയിലെ മുഴുവൻ ഘടകങ്ങൾക്കും ശേഷിയുള്ള, സ്വാധീനമുള്ള എല്ലാ മേഖലകളിലും യഥാർത്ഥ കേരള സ്റ്റോറി ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷതയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും, വിവിധ മതത്തിൽപ്പെട്ടവർ ഏകോദര സഹോദരങ്ങളെ പോലെ പരസ്പരം സ്നേഹിച്ച് തിങ്ങിപ്പാർക്കുന്ന, മതനിരപേക്ഷതയുടെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടെ ജീവിക്കുന്ന ഈ കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി ഞങ്ങൾ ഇതേ 8 മണിക്ക് തന്നെ എല്ലാ യൂണിറ്റ് കേന്ദ്രങ്ങളിലും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും, തിരുവനന്തപുരം വെഞ്ഞാറമൂട് കുറ്റിമുട്ടിൽ പുതുക്കി പണിത ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം, ആ ക്ഷേത്രത്തിന് ഒരു ബോർഡ് വെക്കാൻ സൗകര്യമില്ലാതെ വന്നപ്പോൾ തൊട്ടടുത്തുള്ള പാറയിൽ മസ്ജിദും ഈ ചാമുണ്ടേശ്വരി ക്ഷേത്രവും ഒരു വലിയ ബോർഡ് കട്ടൗട്ട് ഉണ്ടാക്കിയിട്ട് പകുതി ക്ഷേത്രത്തിന്റെയും
പകുതി പാറയിൽ മസ്ജിദിന്റെയും വച്ചുകൊണ്ടുള്ളത് നമ്മൾ യഥാർത്ഥ കേരള സ്റ്റോറി ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇതുപോലെ മതസൗഹാർദ്ദത്തിന്റെ മതനിരപേക്ഷതയുടെ മഹത്തായ സന്ദേശം ജനങ്ങൾക്ക് മുന്നിലേക്ക് കൃത്യമായി എത്തിക്കുന്ന എത്രയോ മഹത്തായ സംഭവങ്ങൾ ഈ കേരളത്തിലുണ്ട്. അതാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി. ഇന്ത്യയിൽ വലിയ രൂപത്തിൽ വർഗീയത അതിന്റെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ മതനിരപേക്ഷ സന്ദേശം കാണിക്കുന്ന ആ കേരള സ്റ്റോറി ഞങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനുള്ള ഒരു അവസരമായി തന്നെ ഇതിനെ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും.